എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഷ്ടതയുടെ പാഠങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് നാം ധ്യാനിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും തക്കൊണ്ട് നമുക്ക് ഒരവസരം കൂടെ കർത്താവായ ദൈവം നൽകിയിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഉടനീളം കഷ്ടതയെക്കുറിച്ചും അതിൻ്റെ പ്രയാസത്തെക്കുറിച്ചും അതിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയും വളരെ വ്യക്തമായ പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്തുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യൻ കഷ്ടതകളെ അനുഭവിക്കുന്നു? എന്തുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യർ കഷ്ടതയും പ്രയാസവും ഈ ലോകത്ത് നേരിടുന്നു? ദൈവം എന്തുകൊണ്ട് അതൊക്കെയും അനുവദിച്ചു കൊടുക്കുന്നു? ഇതിനൊക്കെയും ഉത്തരം നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് നാം യോസേഫിനെ കുറിച്ച്, യാക്കോബിൻ്റെ പുത്രന്മാരിൽ ഒരുവനായിരുന്ന യോസേഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാനും ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പോവുകയാണ്. യോസേഫ് ഒരുപക്ഷെ നന്മ ചെയ്തിട്ടും തിന്മയായി പലതും അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. ആ യോസേഫിൻ്റെതായ ജീവിതത്തിലൂടെ നമ്മെ എന്തു പാഠമാണ് കർത്താവായ ദൈവം പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? നാം ഓരോ നിമിഷവും ശ്രദ്ധയോടെ കാത്തിരുന്നാൽ, ശ്രദ്ധയോടെ നാം ഈ വാക്യങ്ങളൊക്കെയും ധ്യാനിച്ചാൽ നമുക്ക് തീർച്ചയായും എന്തു നന്മയാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവം യോസേഫിലൂടെ അവന് നൽകിയത്, അതേ നന്മ നമുക്കും നൽകുവാൻ തക്കവണ്ണം അതേ ദൈവം ഇടവരുത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പ്രിയമുള്ളവരെ, യോസേഫ് വളരെ കോമളനും സുന്ദരനും സൽസ്വഭാവിയുമായിരുന്നു. ഏറ്റവും നല്ല നീതിമാനായ നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിരുന്നു. യാക്കോബിന് അവൻ്റെ വാർദ്ധക്യത്തിലുണ്ടായ മകനായിരുന്നതുകൊണ്ട് യാക്കോബ് തൻ്റെ മറ്റു പുത്രന്മാരെക്കാളും അധികമായിട്ട് യോസേഫിനെ സ്നേഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം അതിൻ്റെ 1 വാക്യം. യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. അവിടെ വസിക്കുന്നതായ സമയത്ത് 3 വാക്യം പറയുന്നു, യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രയേൽ മറ്റെല്ലാ മക്കളിലും വെച്ച് അവനെ ഏറ്റവും അധികം സ്നേഹിച്ചു. അവന് ഒരു നീലയങ്കി അവന് ഉണ്ടായിക്കൊടുത്തു. ഇവിടെ മറ്റെല്ലാ മക്കളെക്കാളും അധികമായിട്ട് യാക്കോബ് യോസേഫിനെ കൂടുതലായി സ്നേഹിക്കുകയാണ്. ഇന്ന് ലോകത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് 2, 3, 4 മക്കളുള്ളതായ ഓരോ അപ്പനും അമ്മയും ഒരുപക്ഷെ അവരിൽ 4 പേരിൽ ഒരു വ്യക്തിയെ കൂടുതലായി സ്നേഹിക്കുന്നത് നമുക്ക് കാണുന്നതും സാധിക്കും. അത് ശരിയാണോ എന്ന് നാം ആദ്യമായിട്ട് ചിന്തിക്കുക. നമുക്ക് ഉണ്ടായതായ 4 മക്കളെയും ഒരുപോലെ നാം സ്നേഹിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ യാക്കോബ് യോസേഫ് എന്ന് പറയുന്നതായ തൻ്റെ മകനെ, വാർദ്ധക്യത്തിൽ അവൻ ജനിച്ചതായ യോസേഫിനോട് ഒരു പ്രത്യേകമായ സ്നേഹവും ഒരു പ്രത്യേകമായ വാത്സല്യവും ഈ യാക്കോബിന് തോന്നുകയാണ്. അതുമാത്രമല്ല, യോസേഫിനെ തൻ്റെ പിതാവായ യാക്കോബ് ഏറ്റവും അധികം സ്നേഹിക്കുന്നു, അവന് പ്രത്യേകമായി ഇതൊക്കെയും നൽകുന്നു എന്ന് കണ്ട ഉടനെ സഹോദരന്മാരൊക്കെയും യോസേഫിനെ വെറുക്കുവാനും പകയ്ക്കുവാനും തുടങ്ങി. ഇന്ന് പല ഭവനങ്ങളിലും ഈ ഒരു സമ്പ്രദായം, ഈ ഒരു രീതി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഒരു ജ്യേഷ്ഠനോട് പിതാവിന് അധികമായ സ്നേഹമുണ്ട് എന്ന് തോന്നുകിൽ അനിയന് അത് കണ്ട് ദേഷ്യമുണ്ടാകുക, അനിയന് അത് കണ്ട് ആ സഹോദരനോട് ക്രോധമുണ്ടാവുക, അവനോട് തിന്മയായി ഇത് പ്രവർത്തിക്കുക, അവനോട് തിന്മയായി ഇത് സംസാരിക്കുക, അവനെ എപ്രകാരമെങ്കിലും മാറ്റുവാൻ തക്കവണ്ണം, അവനോട് ദേഷ്യത്തോടെ പെരുമാറുവാൻ തക്കവണ്ണം പലപ്പോഴും സഹോദരനോ സഹോദരിയോ ശ്രമിക്കുക. ഇത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യാക്കോബ് ഇപ്രകാരം ഒരു തെറ്റ് ചെയ്യുകയാണ്. അധികമായി സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരൊക്കെയും കാണുക യോസേഫിന് അധികമായ പ്രശസ്തിയും അധികമായ ഉപകാരങ്ങളും നൽകി അവനെ പോഷിപ്പിക്കുകയാണ്, അവനെ കൂടുതൽ സ്നേഹിക്കുകയാണ്. മറ്റുള്ള സഹോദരന്മാരൊക്കെയും ഇത് കാണുമ്പോൾ യാക്കോബിനോടും അതോടൊപ്പം യോസേഫിനോടും ഒരു പക, ഒരു വെറുപ്പ് അവർക്ക് പതുക്കെ ഉടലെടുക്കുകയായിരുന്നു. 4 വാക്യം 37 അധ്യായം ഉൽപ്പത്തി പുസ്തകം പറയുന്നു, അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്രകാരം ഈ ഒരു കാര്യനിമിത്തം തങ്ങളുടെ അപ്പൻ യോസേഫിനെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു മനസ്സിലാക്കിയ ഉടനെ ഈ സഹോദരന്മാരൊക്കെയും യോസേഫിനെ പകയ്ക്കുകയും അതോടൊപ്പം അവനോട് സമാധാനമായി സംസാരിക്കുവാൻ, അവനോട് സമാധാനമായി ഇടപെടുവാൻ തക്കവണ്ണം അവരുടെ സഹോദരന്മാർക്ക് ആർക്കും സാധിക്കുന്നില്ല. എപ്പോഴെങ്കിലും യോസേഫിനെ കാണുന്ന സമയത്തൊക്കെയും അവർക്ക് മനസ്സിലാവുകയാണ്, തോന്നുകയാണ്, ഇവനെയല്ലയോ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെക്കാളും ഏറെ സ്നേഹിക്കുന്നത്, ഇവനെയല്ലയോ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെക്കാളും അധികമായിട്ട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത്, ഞങ്ങൾ അതുകൊണ്ട് ഇവനെ വെറുക്കുന്നു. അവനോട് സമാധാനമായിട്ട് ഒന്നും പറയുവാൻ തക്കവണ്ണം അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, യോസേഫ് ഒരു സ്വപ്നക്കാരനായിരുന്നു. നിരന്തരം സ്വപ്നങ്ങൾ കാണുന്ന ഒരു പ്രകൃതമുള്ളവനായിരുന്നു യോസേഫ്.
ഒരുപക്ഷെ നമ്മിൽ പലരും ഇപ്രകാരം രാത്രിയിൽ സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കാം. യോസേഫും അപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു. രാത്രിയിൽ നിരന്തരമായി സ്വപ്നങ്ങൾ കാണുന്ന ഒരു സ്വഭാവമുള്ളവനായിരുന്നു യോസേഫ്. അവന് സ്വപ്നത്തിന് ചില അർത്ഥങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നത്തിന് ഒരു പ്രവചനത്തിൻ്റെതായ അടയാളങ്ങളുണ്ടായിരുന്നു. അത് ഭാവിയെക്കുറിച്ചുള്ളതായ ചില കാര്യങ്ങൾ അവന് നേരത്തെ മുന്നമേ കൂട്ടി അറിയിക്കുന്നതായ ചില സ്വപ്നങ്ങളായിരുന്നു. ഈ സ്വപ്നങ്ങളൊക്കെയും തൻ്റെ അപ്പനെയും തൻ്റെ മാതാവിനെയും മറ്റ് സഹോദരന്മാരെയൊക്കെയും കൂടുതൽ അവനോട് പക തോന്നുവാൻ തക്കവണ്ണം ഈ സ്വപ്നങ്ങളുടെ വിവരണം അവനെ വീണ്ടും ഇടവരുത്തുകയാണ്. 5-ാമത്തെ വാക്യം പറയുന്നു, യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവർക്ക് നേരത്തെ തന്നെ പകയുണ്ട്, വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ട്. ഈ സ്വപ്നം കണ്ട് അത് വിവരിക്കുവാൻ തുടങ്ങിയതായ നിമിഷം മുതൽ ഈ സഹോദരന്മാർക്കൊക്കെയും വീണ്ടും അധികമായ പക യോസേഫിനോട് തോന്നുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. 6-ാമത്തെ വാക്യം പറയുന്നു, അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. 7-ാമത്തെ വാക്യം, നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. 8-ാമത്തെ വാക്യം, അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് ചോദിച്ചു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്കു നിമിത്തവും അവനെ പിന്നെയും അവർ പകയ്ക്കുവാൻ, ദേഷിക്കുവാൻ തക്കവനോടെയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പറയുകയാണ്, യോസേഫ് അപ്പൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു കൊണ്ട് സഹോദരന്മാരൊക്കെയും അവന് വെറുക്കുവാനിടയായി തീർന്നു, അവനെ പകയ്ക്കുള്ളതായി തീർന്നു. എന്നാൽ ഇവിടെ ഈ സ്വപ്നം കാണുന്നതിലൂടെ, സ്വപ്നത്തെ വിവരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതിലൂടെ, ഞാൻ എൻ്റെ കറ്റയെ നിങ്ങളുടെ കറ്റകളൊക്കെയും നിന്നുകൊണ്ട് നമസ്കരിക്കുന്നിടയായി തീരുന്നു പറയുന്നതായ സമയത്ത് ഇവർ ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്നെ നമസ്കരിക്കണമോ? ഞങ്ങൾ നിന്നെ നമസ്കരിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പകയിൽ അവർ വർധനമുണ്ടാവുകയാണ്. 9-ാമത്തെ വാക്യം വീണ്ടും പറയുന്നു, അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. 10-ാമത്തെ വാക്യം, അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചു. അവനോട് പറഞ്ഞത്, നീ ഈ കണ്ട സ്വപ്നം എന്താണ്? ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. ഇവിടെ പ്രിയപ്പെട്ടവരെ, യോസേഫിന് സ്വപ്ന നിമിത്തമായിട്ട് അവൻ്റെ അപ്പനും അവൻ്റെ അമ്മയും മറ്റാരെക്കാളും അധികമായിട്ട് അവൻ്റെ സഹോദരന്മാരും യോസേഫിനെ പകയ്ക്കുകയാണ്. ഈ ഒരു കാരണം നിമിത്തമായിട്ട് അതികഠിനമായ കഷ്ടതയിലൂടെ യോസേഫ് നടന്നു പോകുവാൻ തക്കവണ്ണം ആരംഭിക്കുകയാണ്. ഒരവസരം കിട്ടിയാൽ യോസേഫിനെ നശിപ്പിക്കണം എന്ന് സഹോദരന്മാർ സ്വയം തീരുമാനമെടുക്കുകയാണ്. കാരണം നമുക്കുള്ളതായ സ്ഥാനവും കൂടെ യോസേഫിന് വീട്ടിൽ ലഭിക്കുകയാണ്. അതുമാത്രമല്ല, ഞങ്ങളെല്ലാവരും അവനെ നമസ്കരിക്കുമെന്ന് പോലും ഇവൻ സ്വപ്നത്തിലൂടെ നമ്മോട് പറയുകയാണ്. എപ്പോൾ നോക്കിയാലും ഞങ്ങളെ കളിയാക്കുന്നു, എപ്പോൾ നോക്കിയാലും ഞങ്ങളെ താഴ്ത്തുന്നു, എപ്പോൾ നോക്കിയാലും ഞങ്ങളെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെല്ലാവരും യോസേഫിനെ അസൂയയാലും വിദ്വേഷത്താലും പകയാലും മാത്രം നോക്കുവാൻ ആരംഭിച്ചു. അവനെ ഒന്ന് കൊല്ലുവാൻ തക്കവണ്ണം സാധിച്ചാൽ എത്ര നല്ലത് എന്ന് അവരേവരും ചിന്തിക്കുകയാണ്. ഇവിടെ ഒരിക്കൽ ഇവരുടെ സഹോദരന്മാരൊക്കെയും ആട് മേയ്ക്കുവാനായിട്ട് പോയതായ വേളയിൽ യാക്കോബ് അവൻ്റെ അപ്പൻ യോസേഫിന് അപ്പൻ പറയുകയാണ്, യോസേഫെ പ്രിയ മകനെ, അവർ പോയത് കുറേ ദിവസങ്ങളായല്ലോ, നീ ഒന്ന് പോയി അന്വേഷിക്കുക, അവരെവിടെയാണ്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചുവോ, അവരോട് മടങ്ങി വരുവാൻ പറയുക, അവരെ പോയി അന്വേഷണം അറിയിച്ച് വരിക എന്ന് യോസേഫിനോട് യാക്കോബ് പറയുകയാണ്. 14-ാമത്തെ വാക്യം പറയുന്നു, യാക്കോബ് യോസെഫിനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിപ്പിൻ എന്ന് പറഞ്ഞു. ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ഷേഖേമിലെത്തി. അവിടെ യോസേഫ് സഹോദരന്മാരെ അന്വേഷിച്ചുകൊണ്ട് അപ്പൻ്റെ നിർദ്ദേശപ്രകാരം ഷേഖേമിൽ ചെന്ന് ആ ആടുകളെയും തൻ്റെ സഹോദരന്മാരെയും അന്വേഷിക്കുകയാണ്. അവിടെ ഒരു വഴി യാത്രക്കാരെന്ന് പറയുകയാണ്, അതേ ഞാൻ അവരെ കണ്ടു, എന്നാൽ അവർ ഈ സ്ഥലം വിട്ട് ദോദാനിലേക്ക് പോയിരിക്കുകയാണ്, ദോദാനിലേക്ക് അവർ പോയിരിക്കുന്നെന്ന് പറഞ്ഞ ഉടനെ യോസെഫ് അത് കേട്ട മാത്രയിൽ തൻ്റെ സഹോദരന്മാരെയും ആടുകളെയും തേടി ദോദാനിലേക്ക് യാത്ര തിരിക്കുകയാണ്. 17-ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ യോസേഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്നു. ദോദാനിൽ വച്ച് കണ്ടു. അവർ അവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദൂരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളയുക. 20-ാമത്തെ വാക്യം, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം, അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുന്നു എന്നും നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. ഇവിടെ സഹോദരന്മാരൊക്കെയും
തൻ്റെ സഹോദരനായ യോസേഫ് വരുന്നത് ദൂരെ നിന്ന് കാണുകയാണ്. അവ വരുന്നതായ സമയത്ത് ഇവരേവരും തമ്മിൽ പറയുകയാണ്, ഈ ഇത്രത്തോളം ഞങ്ങളെ ദ്രോഹിച്ചതായ ഒരു സഹോദരൻ, ഞങ്ങളെ അപമാനിച്ചവൻ, അപ്പൻ്റെതായ സ്നേഹത്തിന് പരിപൂർണ്ണ പാത്രനായി തീർന്ന ഒരു വ്യക്തി, അവൻ ദൂരെ നിന്ന് വരികയാണ്. ഒരു അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്, നമുക്ക് അവനെ കൊല്ലാം. കൊന്നതിന് ശേഷം അവനെ ഒരു വന്യമൃഗം കടിച്ചു കൊന്നു എന്ന് അപ്പനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം, അപ്പനെ അപ്രകാരം പറഞ്ഞ് തെറ്റിക്കാം എന്ന് ഈ സഹോദരന്മാർ പരസ്പരം തീരുമാനമെടുക്കുകയാണ്. അവൻ അടുത്ത് വരും മുമ്പേ ഈ ഒരു പദ്ധതി അവർ മനസ്സിൽ തീരുമാനിക്കുകയും അതപ്രകാരം ചെയ്യുവാനായിട്ട് അവർ സ്വയം തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. അവനെ കൊല്ലണം, സ്വന്തം സഹോദരനെ കൊല്ലുവാനായിട്ട് ഈ സഹോദരന്മാരൊക്കെയും സ്വയം തീരുമാനിക്കുകയാണ്. യോസേഫിനെ അവർ കൊല്ലുവാൻ പോവുകയാണ്. കാരണം എന്താണ്? അപ്പൻ അധികമായി സ്നേഹിക്കുന്നു. രണ്ടാമതായിട്ട് അതുമാത്രവുമല്ല, എപ്പോഴും സ്വപ്നം കണ്ട് ഞങ്ങൾ അവനെ നമസ്കരിക്കുമെന്ന് പറഞ്ഞതും കാരണമായിരിക്കുന്നു. ഇവിടെ എല്ലാ കാരണങ്ങളും നിമിത്തമായിട്ട് ഇവനെ ദ്വേഷിക്കുവാനും ഇവനോട് വെറുക്കുവാനും ഇവനെ ക്രൂരമായിട്ട് നോക്കുവാനും കൊല്ലുവാനും തക്കവണ്ണം സ്വന്തം സഹോദരന്മാർ യോസേഫിനോട് പെരുമാറുകയാണ്. ഇവിടെ എന്നാൽ 21 വാക്യം പറയുന്നു, 37 അധ്യായം ഉൽപ്പത്തി പുസ്തകം. രൂബേൻ ഇത് കേൾക്കുന്നു. അവർ കൊല്ലുവാനായിട്ട് തീരുമാനമെടുത്തു. രൂബേൻ കേട്ട ഉടനെ, സഹോദരനായ രൂബേൻ കേട്ട ഉടനെ അവൻ പറയുകയാണ്, നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് അവനെ അവരുടെ കയ്യിൽ നിന്നും വിടുവിച്ചു. ഇവിടെ രൂബേൻ അവർ കൊല്ലുവാനായിട്ട് തീരുമാനമെടുത്തുവെങ്കിലും രൂബേൻ പറഞ്ഞതിന് നിമിത്തമായിട്ട് അവനെ കൊല്ലാതിരിക്കുവാൻ തക്കവണ്ണം അവർ ഏവരും ഒടുവിൽ തയ്യാറാവുകയാണ്. കാരണം അവരെല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടെ ഇത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല എങ്കിൽ ഒരു വ്യക്തിയെങ്കിലും പോയി അപ്പനോട് ഞങ്ങൾ അവനെ കൊന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വെട്ടിലാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ ഒരു വ്യക്തിയുടേതായ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് അത് അംഗീകരിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. ഇവിടെ 23 വാക്യം പറയുന്നു, യോസേഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നീല അങ്കി അവർ ഊരി അവനെ എടുത്ത ഒരു കുഴിയിലിട്ടു. 24 വാക്യം, അത് വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കുഴിയായിരുന്നു. 25 വാക്യം, അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധ പശയും സന്നിനായകവും ഒട്ടപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് പോകുന്ന ഇശ്മയേല്യരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. 28 വാക്യത്തിൽ വീണ്ടും ഒരു കാര്യം കൂടെ പറയുകയാണ്. 28 വാക്യം, മിദ്യാന് കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്നും വലിച്ചു കയറ്റി ഇശ്മയേല്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, യോസേഫിനോട് ഈ സഹോദരന്മാരൊക്കെയും പക മനസ്സിൽ വിചാരിച്ചുകൊണ്ട് യോസേഫിനെ കൊല്ലുവാൻ തക്കവണ്ണം അവർ വട്ടം കൂടുകയും അവർ തീരുമാനിക്കും. ഒടുവിൽ രൂബേൻ സഹോദരൻ നിമിത്തം മാത്രമായിട്ട് ഇവനെ കൊല്ലാതെ ഇവനെ പിടിച്ചു കെട്ടി ഒരു പൊട്ടക്കുഴിയിൽ ഇടുവാൻ തക്കവണ്ണം അവർ ഇടയായി തീരുകയാണ്. എന്നിട്ട് അവർ ഇശ്മയേലിയർ, കച്ചവടക്കാരായ ഇശ്മയേലിയരെ കണ്ട ഉടനെ, മിദ്യാനിലേക്ക് പോകുന്ന ഈ കച്ചവടക്കാരെ കണ്ട ഉടനെ ഇവർ ഈ യോസേഫിനെ കരയിൽ കയറ്റി യോസേഫിനെ ഇവർക്ക് വെറും ഇശ്മയേലിയർക്ക് 20 വെള്ളിക്കാശിന് വിറ്റ് കളയുകയാണ്, അടിമയായിട്ട് വിറ്റ് കളയുകയാണ്. ഇവിടെ ഇപ്രകാരം ഈ ഒരു കാര്യം ചെയ്യുന്നത് രൂബേൻ്റെ അറിവില്ലാതെയായിരുന്നു. രൂബേൻ അറിയാതെയാണ് ഇപ്രകാരം ഇവരെ യോസേഫിനെ എടുത്ത് വിറ്റ് കളയുന്നത്. 29 വാക്യം ഇപ്രകാരം പറയുന്നു, രൂബേൻ തിരികെ വന്നപ്പോൾ യോസേഫ് കുഴിയിൽ ഇല്ല എന്ന് കണ്ട് തൻ്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്നു. ബാലനെ കാണുന്നില്ലല്ലോ, ഞാൻ ഇനി എവിടെ പോകേണ്ടെന്ന് ചോദിച്ചു. 31 വാക്യം, പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്നു യോസേഫിൻ്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി. 32 വാക്യം, അവർ നീലയങ്കി തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കിട്ടി, ഇത് നിന്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. അവനത് തിരിച്ചറിഞ്ഞു, ഇതെൻ്റെ മകൻ്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, യോസേഫിനെ പറിച്ച് കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ 2 ശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു. ഇവിടെ യോസേഫ് മരിച്ചുപോയി, ഒരു വന്യമൃഗം അവനെ കൊലപ്പെടുത്തി എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇവിടെ യാക്കോബ് തൻ്റെ മക്കളൊക്കെയും പ്രേരിപ്പിക്കുകയാണ്. യോസേഫിനെ കൊന്നുകളഞ്ഞു എന്ന് പറയുവാൻ തക്കവണ്ണം അവരുടെ വരികയാണ്. എന്നാൽ ആ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം 36 വാക്യം പറയുന്നു, മിദ്യാനിയർ അവർ മിസ്രൈമിൽ ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായ അകമ്പടി നായകൻ്റെ പോത്തിഫറിന് യോസേഫിനെ വിറ്റ് കളയുകയാണ്. പ്രിയമുള്ളവരെ, യോസേഫ് അവൻ സ്വപ്നക്കാരനായതുകൊണ്ട്, അവൻ നീതിമാനും നിഷ്കളങ്കനുമായതുകൊണ്ട് ഈ സഹോദരന്മാരൊക്കെയും അവന് വിറ്റ് കളയുവാൻ തക്കവണ്ണം ഇടവരികയാണ്. ഈ നിമിഷത്തിൽ തുടങ്ങി യോസേഫ് അതികഠിനമായ ശോധനയിലൂടെ, അതികഠിനമായ പ്രയാസത്തിലൂടെ, അതികഠിനമായ കഷ്ടത്തിലൂടെ നടന്നു നീങ്ങുവാൻ തക്കവണ്ണം ആരംഭിക്കുകയായിരുന്നു. അവൻ ആദ്യം
ഇശ്മയേലിയർക്ക് ഒരു അടിമയായി വിൽക്കപ്പെട്ടു. ഇശ്മയേലിയർ മിസ്രൈമിൽ ചെന്നതിന് ശേഷം പോത്തിഫറിന്, രാജാവിൻ്റെ അകമ്പടി സേവകനായ, അകമ്പടി നായകനായ പോത്തിഫറിന് വിൽക്കുവാൻ തക്കവണയായി തീരുന്നു. വീണ്ടും യോസെഫിനെ കുറിച്ച് വീണ്ടും പരാമർശിക്കുന്നത് 39 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലാണ്. 1-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായേലിന്റെ കയ്യിൽ നിന്നും ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായി പോത്തിഫർ എന്ന ഒരു മിസ്രൈമൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിനായ യജമാന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോടുകൂടെ ഉണ്ട് എന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു. ഇവിടെ യോസെഫിന് ദൈവത്താൽ കൃപ ലഭിക്കുന്നു എന്ന് നമുക്ക് കാണുന്നതും സാധിക്കുന്നു. സഹോദരന്മാരൊക്കെയും കൈവിട്ടു. അവനെ കൊല്ലുവാൻ ആദ്യം ശ്രമിച്ചു. എന്നാൽ ദൈവകൃപയാൽ കൊല്ലുവാൻ തക്കവണ്ണം അനുവദിക്കാതെ ഒരു പൊട്ടക്കുഴിയിൽ ഇടപെട്ടു. അവിടെ നിന്നും എടുത്ത് വിൽക്കപ്പെട്ടു. വീണ്ടും അത് കൈമാറി ഒടുവിൽ പോത്തിഫറിന്റെ കയ്യിലേക്ക് ഒരു അടിമയായിട്ട് യോസെഫ് നിൽക്കുകയാണ്. ഒരു അടിമ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത, യജമാന്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ തക്കണം വിളിക്കപ്പെട്ട ഒരു അടിമയായിട്ട് യോസെഫ് മാറുകയാണ്. എന്നാൽ പോത്തിഫറിൽ ദൈവം കൃപ നൽകുകയും യോസെഫ് ഒരു ദൈവപുരുഷനാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പോത്തിഫറിലൂടെ ദൈവം ഇടവരുത്തുകയും ചെയ്യുകയാണ്. അവിടെ കർത്താവിൻ്റെ കൃപയാൽ യോസെഫ് കൃതാർത്ഥനായി, കൃപ നിറഞ്ഞവനായി, അവിടെ ഏറ്റവും നല്ലവനായി, അവിടെയുള്ളതായ അടിമകളിൽ ഏറ്റവും മനോഹരനായി, വിശ്വസ്തനായി, നീതിമാനായി യോസെഫ് അവിടെ മുഴുവനും അറിയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ വിശ്വസ്തനായി എന്നതുകൊണ്ട് തന്നെ അവൻ വിശ്വസ്തനായിരുന്നു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു മനസ്സിലാക്കിയത് പോത്തിഫർ. ഇവിടെ 6-ാമത്തെ വാക്യം പറയുന്നു, 39-ാം അധ്യായം, അവൻ തനിക്കുള്ളതൊക്കെയും യോസെഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവിടെ പോത്തിഫർ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു, വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു. ഇപ്രകാരം യോസെഫ് വിശ്വസ്തനായി എന്നത് അല്ലെങ്കിൽ വിശ്വസ്തനായിരുന്നു മനസ്സിലാക്കിയ ഉടനെ ഇവിടെ അവൻ്റെ സകലവും പോത്തിഫർ യോസെഫിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 5-ാമത്തെ വാക്യവും വളരെ മനോഹരമായിരുന്നു. അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തൻ്റെ വീട്ടിൽ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസെഫിൻ്റെ നിമിത്തം മിസ്രൈമിൻ്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. ഇവിടെ യോസെഫ് നിമിത്തമായിട്ട് യഹോവയായ ദൈവം പോത്തിഫറിനെയും അവൻ്റെ കുടുംബത്തെയും മിസ്രൈമിനെയും അനുഗ്രഹിക്കുവാൻ ഇടയായി തീരുകയാണ്. കഷ്ടങ്ങളിലൂടെ ഇവൻ നടന്നു പോവുകയായിരുന്നു. എങ്കിലും അവൻ്റെ നാമനിമിത്തം അല്ലെങ്കിൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് അവിടെയും ദൈവത്തെ പഴിക്കുവാൻ ദൈവം എങ്ങനെ വിശ്വസ്തനായിരുന്നുവല്ലോ, അങ്ങയോട് വളരെയധികം കൂറുള്ളവനായി, നിഷ്കളങ്കനായി, അങ്ങേ അനുസരിച്ചനായിരുന്നുവല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് എന്നെ ഇപ്രകാരം നടക്കുവാൻ തക്കവണ്ണം, എന്നെ ഇപ്രകാരം ഒരു അടിമയായി വിൽക്കുവാൻ തക്കവണ്ണം നീ എന്നെ അനുവദിച്ചു എന്ന് ചോദിക്കാതെ ദൈവത്തോട് കൂറില്ലാത്തവനായി, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച്, ദൈവത്തോട് ദോഷം പ്രവർത്തിച്ച് അവനെതിരായി ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ യോസെഫ് ഇവിടെ തയ്യാറാകുന്നില്ല. മറിച്ച് പ്രിയമുള്ളവരെ, ഈ സമയത്തും യോസെഫ് സന്തോഷത്തോടുകൂടി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് അവൻ ആ നിമിഷത്തിലും ആഗ്രഹിക്കുകയാണ്. ആ ഒരൊറ്റ കാരണത്താൽ ദൈവം യോസെഫിനെ മാനിക്കുന്നു. അതുമാത്രമല്ല, യോസെഫ് കഷ്ടങ്ങളിലൂടെ ഒരു അടിമയായി ജീവിച്ചുവെങ്കിലും അവൻ കണ്ടുപോയ എല്ലാവരിലും ഒരു വലിയൊരു കൃപയുടെ അനുഭവത്തിലേക്ക് യോസെഫിനെ നടത്തുകയാണ്. അവിടെ യോസെഫ് നിമിത്തമായിട്ട് ആ കുടുംബം മുഴുവനും അനുഗ്രഹം പ്രാപിക്കുകയാണ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും വിശ്വസ്തനായി നിൽക്കുവാൻ തക്കവണ്ണം ഇടവരുന്നുവെങ്കിൽ നാം പ്രയാസങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ ദൈവത്തോട് വിശ്വസ്തത നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ ഞാനും നിങ്ങൾ മുഖാന്തരമായിട്ട് നമ്മുടെ കുടുംബം, നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സമൂഹം ഇവരൊക്കെയും അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം യഹോവ ഇടവരുത്തും എന്ന് യോസെഫിലൂടെ നമുക്ക് മനസ്സിലാക്കണമെന്ന് സാധിച്ചിരിക്കുകയാണ്. യോസെഫ് വിശ്വസ്തനായി ജീവിച്ചു. തുടർന്ന് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഈ പോത്തിഫറിൻ്റെ അകമ്പടി നായകൻ്റെ ഭാര്യയ്ക്ക് യോസെഫിനോട് ആഗ്രഹമുണ്ടാകുന്നു. വേദപുസ്തകം പറയുകയാണ്, 7-ാമത്തെ വാക്യം 39-ാം അധ്യായം, യോസെഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നതുകൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസെഫിൻ്റെ മേൽ കണ്ണുവെച്ച് പതിച്ചു. എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അതിന് അവന് സമ്മതിക്കാതെ യജമാനൻ്റെ ഭാര്യയോട് അതിന് സാധിക്കുകയില്ല എന്ന് യോസെഫ് പറയുകയാണ്. എന്നാൽ പ്രിയമുള്ളത്, നിങ്ങൾ ചിന്തിക്കുക, യോസെഫ് ഒരു സുന്ദരനും സുമുഖനും ചെറുപ്പക്കാരനുമായിരുന്നു. ഒരു വലിയൊരു പരീക്ഷയിലേക്ക് യോസെഫ് നടന്നു നീങ്ങുകയാണ്. പോത്തിഫറിൻ്റെ ഭാര്യ അതിസുന്ദരിയായിരുന്നു. എന്നിട്ടും പോത്തിഫറിൻ്റെ ഭാര്യയോടുകൂടി ക്ഷയിക്കുവാൻ തക്കവണ്ണം യോസെഫ് സ്വയം തയ്യാറാകാതെ അവിടെ നിന്ന് ഓടിപ്പോകുവാൻ തക്കവണ്ണം ഈ കഥയുടെ അവസാനത്തിൽ യോസെഫ് സ്വയം തയ്യാറാവുകയാണ്. ഒരിക്കൽ ബലമായിട്ട് യോസെഫിനെ പിടിച്ചുകൊണ്ടുവന്ന് ഈ ഭാര്യ പറയുകയാണ്, എന്നോടുകൂടി നീ ക്ഷയിക്കുക എന്ന് പറയുമ്പോൾ
യോസേഫ് ദൈവത്തിൻ്റെ കൽപ്പനയെ ഓർത്തുകൊണ്ട് മാനിച്ചുകൊണ്ട് ഞാൻ അത്യുന്നതനായവനോട് ഒരിക്കലും അകൃത്യം ചെയ്യുകയില്ല, ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ഈ യോസേഫ് ആ വീട് വിട്ട് ഓടുവാൻ തുടങ്ങി. ആ സമയത്ത് തന്നോട് കൂടെ ക്ഷയിക്കുവാൻ തക്കവണ്ണം ഇവൻ ശ്രമിച്ചില്ല, ഇവൻ ആഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ സ്വയം തൻ്റെ വസ്ത്രങ്ങളൊക്കെയും കീറി അവിടെയൊക്കെയും നിലവിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ അനേകർ ഓടിക്കൂടി യോസേഫ് തെറ്റുകാരനാണെന്ന് അവൾ സ്ഥാപിച്ചെടുത്തു. ഒടുവിൽ പോത്തിഫറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ യോസേഫിനെ രാജാവിൻ്റെ കാരാഗൃഹത്തിൽ കുറ്റവാളികളോടുകൂടെ ഇടുവാൻ തക്കവണ്ണം ഇടവരുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, യോസേഫ് കുറ്റക്കാരനായിരുന്നില്ല, യോസേഫ് തെറ്റുകാരനായിരുന്നില്ല. അവൻ ഓടി ഒളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെങ്കിൽ തന്നെയും അവിടെ പിശാച് അവനെ അപ്രകാരം അയക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചതിലൂടെ ദൈവം അവനെ അനുവദിക്കുകയും, എന്നാൽ അവിടെയും വിശ്വസ്തനായിരുന്നു കൊണ്ട് ഞാൻ വിചാരിക്കുകയാണ്, ദൈവമേ, ഞാൻ പോത്തിഫറിൻ്റെ വീട്ടിൽ വന്നു, അവിടെ വിശ്വസ്തനായി ജീവിച്ചു, എങ്കിലും വീണ്ടും ഇവിടെയും എനിക്ക് വീണ്ടും ഒരു കഷ്ടം, വീണ്ടും ഒരു പ്രയാസം. വിശ്വസ്തനായിരുന്നു എന്നിട്ടും എനിക്ക് പ്രയാസം. എന്തുകൊണ്ട് നീ ഇതൊക്കെയും എന്തുകൊണ്ട് നീ അനുവദിക്കുന്നു, എന്തുകൊണ്ട് ഇതൊക്കെ നീ തടയുന്നില്ല എന്ന് യോസേഫിന് ചോദിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ യോസേഫ് ധൈര്യത്തോടു കൂടി ആ ജയിലിലേക്ക് യാത്രയാവുകയാണ്. ഇവിടെ ആ ജയിലിലും വേദപുസ്തകം പറയുകയാണ്, 39-ാം അധ്യായം 21-ാമത്തെ വാക്യം, എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്ക വിധം അവന് കൃപ നൽകി. ഇവിടെ കാരാഗൃഹത്തിലും യോസേഫിനോട് ദയ തോന്നുവാൻ തക്കവണ്ണം ആ കാരാഗൃഹത്തിലെ പ്രമാണിക്ക് ദൈവം കൃപ കൊടുക്കുകയാണ്. അവിടെ മിസ്രയീമിലെ രാജാവിനോട് കുറ്റം ചെയ്തതുകൊണ്ട് പാനപാത്രവാഹകനും അപ്പക്കാരനും അവിടെ പിടിക്കപ്പെട്ട് ആ ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. അവരുടെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിലൂടെ യോസേഫിനെ ഞങ്ങൾ ഓർത്തുകൊള്ളാം എന്ന ഈ രണ്ടുപേരും വാക്കുകൾ കൊടുക്കുകയും അവരൊടുവിൽ യോസേഫ് സ്വപ്നം വിവരിച്ചു കൊടുത്ത പ്രകാരം രണ്ടുപേരും വിടുതൽ പ്രാപിച്ച് ഈ ജയിൽ വിട്ട് പോവുകയും ചെയ്യുകയാണ്. ഒരു കാര്യം മാത്രം യോസേഫ് അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ നിരപരാധിയായ വ്യക്തിയാണ്, ഞാൻ കുറ്റമില്ലാതെ ഇവിടെ കിടക്കുന്നവനാണ് എന്ന് നിങ്ങൾ രാജാവിനോട് പറയണം, എന്നെ വിടുവിക്കുവാനായിട്ട് ആകുന്നൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന ഒരു കണ്ടീഷൻ പറഞ്ഞുകൊണ്ടാണ് യോസേഫ് ഈ രണ്ടുപേരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തത്. എന്നാൽ വേദപുസ്തകം പറയുന്നു, 40-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എങ്കിലും പാനപാത്രവാഹകരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. ഇവിടെ മനുഷ്യരൊക്കെയും അവൻ്റെ സഹോദരന്മാർ മറന്നു കളഞ്ഞു, അവൻ്റെ സകലരും മറന്നു കളഞ്ഞു, എല്ലാവരും ഒറ്റപ്പെടുത്തി. ഇവിടെ ഒടുവിൽ അവൻ സ്വപ്നം വ്യാഖ്യാനിച്ചവനായ പാനപാത്രവാഹകനും യോസേഫിനെ മറന്നു കളയുകയാണ്. ഏകദേശം 2 വർഷത്തിന് ശേഷം മിസ്രയീമിലെ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം വിവരിക്കുവാൻ സാധിക്കാതെ അവരേവരും നിരാശയോടെ ഇരിക്കുന്ന സമയത്ത് ഈ പാനപാത്രവാഹകൻ ഓർക്കുകയാണ്, അയ്യോ, ആ ജയിലിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ സ്വപ്നം വിവരിക്കുവാൻ സാധിക്കുന്നതായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയും യോസേഫിനെ കൂട്ടി വരുത്തി ആ സ്വപ്നം വിവരിക്കുവാനായിട്ട് യോസേഫ് ഇടവരികയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ആ കഷ്ടങ്ങളുടെ എല്ലാം അവസാനം ഏറ്റവും മനോഹരമായത് ഈ രാജാവിലൂടെ, മിസ്രയീം രാജാവിലൂടെ യോസേഫ് അധികാരപ്പെടുത്തുവാൻ തക്കവണ്ണം പോകുകയായിരുന്നു. ആർക്കും ഈ സ്വപ്നത്തെ വിവരിക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. എന്നാൽ യോസേഫ് ആ സ്വപ്നം വിവരിക്കുന്നു. അതുമാത്രമല്ല, ആ സ്വപ്നം വിവരിച്ചു കൊടുത്തത് കൊണ്ട്, ഇത്രത്തോളം ശക്തിയേറിയ സ്വപ്നം വിവരിച്ചു കൊടുത്തത് കൊണ്ട് രാജാവിന് ഈ യോസേഫിനോട് കൃപ തോന്നുകയും പ്രധാനമന്ത്രിയായി, മിസ്രയീമിലെ പ്രധാനമന്ത്രിയായി ഉയരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്തു. ഒടുവിൽ സഹോദരന്മാർ മടങ്ങി വന്ന് അവനോട് നിരപ്പാകുവാൻ തക്കവണ്ണം ഇടവരികയാണ്. പ്രിയപ്പെട്ടവരെ, യോസേഫ് കഷ്ടങ്ങളിലൂടെ നടന്നുപോയി, എങ്കിലും ദൈവം അവനെ വലിയവനാക്കി, അവനെ വാലല്ല തലയാക്കി. നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്കും ഇപ്രകാരം ഉയരുവാൻ സാധിക്കും. നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, യോസേഫിനെ ഉയർത്തിയ ഞങ്ങളുടെ പ്രിയ കർത്താവേ, പ്രയാസങ്ങളിലൂടെ നടന്നപ്പോഴും ഒരിക്കലും പതറാതെ യോസേഫ് നിന്നുകൊണ്ട് അവൻ ഏറ്റവും ഉയരത്തിലേക്ക് കർത്താവെ അങ്ങ് ഉയർത്തിയതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. അപ്രകാരം ഞങ്ങളും ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ നിരന്തരം സഹായിക്കുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.